നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. DMK മുഹമ്മദിനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത നടപടിക്കെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം. ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുമെന്ന് ഹർഷാദ് വോർക്കാടി. പിന്തുണയുമായി എ ഗ്രൂപ്പ് നേതാക്കളും. തപാൽ വകുപ്പിന്റെ പോസ്റ്റ്മാൻ പരീക്ഷയിൽ മൊബൈൽ ഉപയോഗിച്ച് കോപ്പിയടി. കാസർഗോഡ് ഹരിയാന സ്വദേശി അറസ്റ്റിൽ. COA മുൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി കാസർഗോഡ് നടന്നു. ജില്ലയിലെ ഗ്രന്ഥശാലകളുടെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ലൈബ്രറി കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണം തുടങ്ങി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് റിബൽ സ്ഥാനാർത്ഥിയായിരുന്ന DMK മുഹമ്മദിനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത KPCC നടപടി ഒരാഴ്ചയ്ക്കകം പിൻവലിച്ചില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുമെന്ന് ഹർഷാദ് വോർക്കാടിയും എ ഗ്രൂപ്പ് നേതാക്കളും അറിയിച്ചു. ഗ്രൂപ്പ് യോഗം ചേർന്ന ശേഷമാണ് തീരുമാനം കൈക്കൊണ്ടത്. സമ്മർദ്ദങ്ങളെ തുടർന്ന് നടപടി KPCC താൽക്കാലികമായി മരവിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വോർക്കാടി ഡിവിഷനിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച DMK മുഹമ്മദിനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള അറിയിപ്പ് 2 ദിവസം മുമ്പാണ് KPCCയിൽ നിന്നും ലഭിച്ചത്. ഇതോടെ കാസർഗോഡ് DCCയിൽ കലഹങ്ങൾക്ക് വഴി തുറന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ നിർദ്ദേശപ്രകാരം KPCC തീരുമാനം പിൻവലിക്കാൻ ഒരാഴ്ച സമയം കാത്തിരിക്കുമെന്നും തിരിച്ചെടുക്കൽ നടപടി റദ്ദാക്കിയില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജിവെക്കുമെന്നും അർഷദ് വോർക്കാടി പറഞ്ഞു. യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം കുറച്ചും സമയം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ നിരന്തരം ബന്ധപ്പെടുകയും ഒരാഴ്ചത്തെ സമയം ചോദിച്ച അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ AICCയുടെ സെക്രട്ടറി ഓസ്കർ ഫെർണാണ്ടിസുമായി ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞത് തമ്പാനൂർ റവിക്കെതിരെ AICCക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൊടുക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ ഞങ്ങളെല്ലാ നേതാക്കന്മാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ രാജി വെക്കുന്ന കാര്യത്തിൽ ഒരാഴ്ചത്തെ സമയം ചോദിച്ച അടിസ്ഥാനത്തിൽ ഒരാഴ്ച വരെ കാത്തു നിൽക്കാം. 15-ാം തീയതി വരെ വെയിറ്റാക്കും. 16-ാം തീയതി എൻ്റെ നിലപാട് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിനു മുമ്പ് ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ 16-ാം തീയതി ഒരാളോടും ചോദിക്കാതെ തന്നെ നേരിട്ട് പോയി രാജി നൽകാനുള്ള തീരുമാനവുമായാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. KPCC തെരഞ്ഞെടുത്ത DMK മുഹമ്മദ് LDF യോഗങ്ങളിൽ സംബന്ധിച്ച് സംസാരിക്കുന്നതിന്റെ ചിത്രങ്ങളും എ ഗ്രൂപ്പ് നേതാക്കൾ പുറത്തുവിട്ടു. ഹർഷദ് വോർക്കാടി രാജിവെച്ചാൽ UDFന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണം നഷ്ടമാകും. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തപാൽ വകുപ്പിന്റെ പോസ്റ്റ്മാൻ പരീക്ഷയിൽ കോപ്പിയടിക്കാൻ ശ്രമം. സംഭവത്തിൽ ഹരിയാന സ്വദേശിയെ കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തു. തപാൽ വകുപ്പിന്റെ പോസ്റ്റ്മാൻ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തപാൽ വകുപ്പ് MDയുടെ പരാതിയിൽ ഹരിയാന സ്വദേശിയായ കുൽവന്തിനെതിരെയാണ് ചോദ്യം ചോർത്തിയ സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് കേസെടുത്തത്. കുൽവന്തിനെ വിദ്യാനഗർ CI ബാബു പെരിങ്ങോത്ത് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വിദ്യാനഗർ ചിന്മയ വിദ്യാലയത്തിലാണ് പോസ്റ്റ്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷ നടന്നത്. ഉദ്യോഗാർത്ഥികളെ പരിശോധിച്ച ശേഷമാണ് പരീക്ഷാ ഹാളിലേക്ക് കടത്തിവിട്ടിരുന്നത്. എന്നാൽ കുൽവന്ത് മൊബൈൽ ഫോൺ ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നതിനിടെ കുൽവന്ത് മൊബൈൽ ഫോൺ കയ്യിലെടുത്തത് പരിശോധകയായ ഷമീന അമീറിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. മൊബൈൽ പിടിച്ചുവാങ്ങി പരിശോധന നടത്തിയപ്പോൾ അതിൽ ഉത്തരസൂചകങ്ങളായ സന്ദേശങ്ങളാണ് കണ്ടെത്തിയത്. ഇതോടെ വിവരം വിദ്യാനഗർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി കുൽവന്തിനെ കസ്റ്റഡിയിലെടുത്തു. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള വസ്തുക്കളും ഇയാളിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു. ഫോൺ വഴി ഉത്തരങ്ങൾ ലഭ്യമാക്കുന്ന വൻ ലോബി പ്രവർത്തിക്കുന്നതായി പോലീസ് പറഞ്ഞു. പോസ്റ്റൽ മെയിൻ ഗാർഡ് പരീക്ഷിക്കുന്ന ഹരിയാന സ്വദേശിയായ കുൽദീപ് എന്നയാള് പരീക്ഷാ ഹാളിൽ ഫോണിലൂടെ മെസ്സേജ് വന്ന് ആൻസർ കിട്ടിയ പ്രകാരം ഫോൺ പരിശോധിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ ടീച്ചർ ഫോൺ കണ്ട് സംശയം പറഞ്ഞ് അറസ്റ്റ് ചെയ്താണ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചുള്ളതും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതാണ്. ഇന്നലെ വൈകുന്നേരം പോസ്റ്റലിൻ്റെ ഈ പരീക്ഷ നടത്തിയ മണിപ്പാൽ ഏജൻസിയിലെ നാഗരാജ് എന്നയാൾ പരാതി നേരിട്ട് തന്ന പ്രകാരം ഇന്നലെ രാത്രിയിൽ കേസെടുത്തതാണ്.
ഒറ്റക്കൽ ഒരു മാഫിയാണെന്ന് സംശയിക്കുന്നുണ്ട്. അത് സോനാപ്പത്ത് നിന്ന് ഒരു മോനു എന്ന ഒരാളാണ് ഇവർക്ക് പരീക്ഷ ആൻസർ പേപ്പർ കൊടുക്കുന്നു, മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. ഇവർ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു കോഡ് ഉണ്ടാവും, ABC, ഒരേ പേപ്പർ അങ്ങോട്ട് മാറ്റിയിടുമല്ലോ. ഈ ഏത് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവർക്ക് കിട്ടിയെന്നുള്ള കോഡ് അങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോൾ ആ കോഡ് പ്രകാരം ആൻസർ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കും. ആ സിം ഇന്നലെ തന്നെ അവർ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്ക് അതിന് ശേഷം ഒന്നും കിട്ടുന്നില്ല, അങ്ങോട്ടേക്ക് വിളിക്കാൻ പറ്റുന്നില്ല. പോസ്റ്റ്മാൻ തസ്തികയിൽ രാജ്യത്ത് ആകെ 600 ഒഴിവുകളാണുള്ളത്. ഞായറാഴ്ച പരീക്ഷ എഴുതിയത് 1 ലക്ഷത്തിലേറെ ഉദ്യോഗാർത്ഥികളാണ്. 10ാം തരമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച തപാൽ വകുപ്പിന്റെ പരീക്ഷ നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന NH അൻവറിന്റെ 1ാം ഓർമ്മ ദിനത്തിൽ ആ ഓർമ്മകൾ പങ്കിടാൻ നിരവധി പേർ എത്തിച്ചേർന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അൻവർ ഓർമ്മ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. അൻവർ കേരളത്തിലുടനീളം അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം കൊണ്ടാണെന്നും ദിശാബോധമുള്ള സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അൻവർ നേതൃത്വം വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന അൻവർ ഓർമ്മ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ സാമൂഹിക പ്രവർത്തനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനോ ഈ KCN ചാനലിൽ വല്ലാത്തൊരു കൊല്ലാപ്പാണ്, ഇതിവിടെ വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ ആർക്കെങ്കിലും ഇതുവരെ ഉണ്ടായതായി എനിക്ക് തോന്നുന്നു. അപ്പൊ അത് തന്നെ അത് തീർച്ചയായും അതാണ് അൻവറിന്റെ വ്യക്തിത്വം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. KCN ചാനലിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അത് അൻവറിന്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്, മസ്തിഷ്ക ശിശുവാണ്. അൻവറിന്റെ മസ്തിഷ്ക ശിശുവാണ്. അൻവർ എന്തിനു വേണ്ടിയാണോ KCN ചാനൽ ആരംഭിച്ചത്, അപ്പൊ അതിലൂടെ ഇതുവരെ സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരെയും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ കാസർഗോഡിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് അത്. അൻവറിന്റെ വലിപ്പത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കേരളമാകെ അറിയപ്പെടുന്ന ഒരാളായി അൻവറിന് മാറാൻ സാധിച്ചത് അൻവറിന്റെ പ്രതിബദ്ധതയും ഏറ്റെടുത്ത ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുവാനുള്ള അൻവറിന്റെ നിസ്തന്ത്രമായ പ്രവർത്തനവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും അൻവറിനെ കുറിച്ച് ഓർക്കാതിരുന്നിട്ടില്ലെന്നും ആഴത്തിലുള്ള സുഹൃത്ത് ബന്ധമാണ് അൻവറിനെ വ്യത്യസ്തനാക്കുന്നുവെന്നതും അദ്ദേഹം പറഞ്ഞു. അതിലൊന്ന് കാസർഗോഡായാലും നാളെ എറണാകുളത്തായാലും കേരളത്തിലെ മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ച് കേബിൾ ടിയുടെ ഭാഗമായിട്ട് വികസിച്ചു വന്ന പ്രാദേശിക കേബിൾ ചാനലുകൾ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കുന്ന ഒരു അവാർഡ് ഉണ്ടാവുമെന്ന് അദ്ദേഹം പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു. അത് ഈ വർഷം മുതൽ യാഥാർത്ഥ്യമാക്കാൻ അൻവർക്കയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കേബിൾ അസോസിയേഷനും ഒക്കെ ചേർന്ന് രൂപീകരിച്ച NH അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറെ നാളുകൾ കൂടി ജീവിച്ചിരിക്കേണ്ട വ്യക്തിയായിരുന്നു അൻവർ എന്നും കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നെന്നും BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് പറഞ്ഞു. ഒരുപക്ഷെ ഇനിയൊരു 10-40 വർഷത്തോളം അൻവർ ജീവിച്ചിരുന്നുവെങ്കിൽ ഈ നാടിന്റെ മുഖച്ഛായ ഒന്നുകൂടി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അത് ന്യൂനതമായി തന്നെ കിടക്കുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അനുശോചനം കൂടി
ഒരുപക്ഷെ 1 വർഷം കഴിഞ്ഞിട്ടായാലും വീണ്ടും അനുശോചനം അറിയിക്കേണ്ട ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരുടെയും മനസ്സിൽ എന്നും ഓർക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൊഫസർ MA റഹ്മാൻ, അഡ്വക്കേറ്റ് PV ജയരാജൻ, GB വത്സൻ, CH കുഞ്ഞമ്പു, SK അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ഈ വലിയ വ്യാവസായിക താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അതൊരു അർത്ഥത്തിൽ സാക്രിഫൈസാണ്, തന്നെ ബലികഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ നമുക്കിടയിൽ നിന്ന് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമായപ്പോഴുള്ള വലിയ ദുഃഖം പങ്കിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തെ ഓർമ്മിച്ചു. വാസ്തവത്തിൽ അൻവറിൻ്റെ സ്മരണ നിലനിർത്തേണ്ടത് അത്തരം മാധ്യമ സെമിനാറുകളിലൂടെയാണ് എന്ന് തന്നെ. നമ്മൾ അങ്ങനെ മാധ്യമ സെമിനാർ എന്നൊരു പേരിട്ടില്ലെങ്കിലും ഇന്നത്തെ ഈ അനുസ്മരണ ചടങ്ങ് ഒരു ദേശീയ മാധ്യമ സെമിനാറായി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. കാലത്തിനു മുന്നേ സഞ്ചരിച്ച ആളുകൾ വിടവാങ്ങി കഴിയുമ്പോൾ, അതും പെട്ടെന്ന് വേർപെട്ട് കഴിയുമ്പോൾ ആണ് നാം അവരുടെ മരണത്തെ പർവ്വതത്തെക്കാൾ ഭാരം കൂടിയ മരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ബപ്പടി മുഹമ്മദ് കുഞ്ഞി സ്വാഗതവും M ലോഹിതാക്ഷൻ നന്ദിയും പറഞ്ഞു. ഒരു വട്ടം കൂടി എന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ ആദ്യമായി അതിൽ പങ്കുവച്ചത് അൻവറുമായിട്ടായിരുന്നു. അൻവർ ആദ്യം ഒന്ന് തമാശയാക്കി ചിരിച്ചെങ്കിലും നീ മുന്നോട്ട് പോയിക്കോട്ടെ, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആ ഒറ്റ ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ പ്രയാണം. ജില്ലാ ലൈബ്രറി കൗൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. ഗ്രന്ഥശാലകളുടെ ഭൗതിക സാഹചര്യം വികസിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത പഞ്ചായത്തിൽ ലൈബ്രറി കൗൺസിലിന്റെ പാക്കേജിൽ പുതിയ ലൈബ്രറി സ്ഥാപിക്കുന്നതിനുള്ള 5 ലക്ഷം രൂപ. അത് 30-ന് മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ശരിയായ വായന. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകളുടെ ഭൗതിക സൗകര്യം വികസിപ്പിക്കാനും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും വിപുലമായ പ്രൊജക്ടുകൾക്കും യോഗം അംഗീകാരം നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും യോഗത്തിൽ അവതരിപ്പിച്ചു. ബാലവേദിയുടെ നാടകക്കളരി മെയ് 25-ന് നീലേശ്വരം പട്ടേന ജനശക്തി ലൈബ്രറിയിൽ നടക്കും. ചരിത്രശാസ്ത്ര ദിനങ്ങൾ ജില്ലയിലെ നിരവധി കേന്ദ്രങ്ങളിൽ ആചരിക്കും. ചടങ്ങിൽ ഡോക്ടർ P. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. വാസു ചേരോട് ബജറ്റ് അവതരിപ്പിച്ചു. PVK പനയാൽ, T. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യവും സൗഹൃദവും സന്ദേശമാക്കി ഗുഡ് മോർണിംഗ് കാസർഗോഡ് സംഘടിപ്പിച്ച കാസർഗോഡ് മാരത്തൺ 2017 ജനകീയ കൂട്ടായ്മയുടെ കരുത്തായി മാറി. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലെയും ജനങ്ങൾ അണിനിരന്ന കൂട്ടയോട്ടത്തിൽ 700ഓളം പേർ പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ അടുക്കത്തുവയൽ താളിപ്പടപ്പ് മൈതാനത്തിൽ തുടങ്ങിയ മാരത്തോൺ കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് സമാപിച്ചത്. വിജയികൾക്ക് പുറമെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ആദ്യ 3 സ്ഥാനക്കാർക്കും 45 വയസ്സിന് മുകളിലുള്ളവർക്കും പ്രത്യേക സമ്മാനം നൽകി. ജില്ലയിൽ നിന്നുള്ളവരുടെ മത്സരത്തിൽ മണിപ്രസാദ്, രാകേഷ്, കുഞ്ഞിരാമൻ എന്നിവരും 45 വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരത്തിൽ VA ലിൻസൺ, KV ബാലചന്ദ്രൻ, സുകുമാരൻ എന്നിവരും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മെഡലും ജേഴ്സിയും നൽകി. താളിപ്പടപ്പ് മൈതാനിയിൽ ജില്ലാ കളക്ടർ K. ജീവൻ ബാബു, ജില്ലാ പോലീസ് മേധാവി KG സൈമൺ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. മുഹമ്മദ് ഹാഷിം സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മാനദാനം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇളക്കി മറിച്ചു എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രവർത്തകരാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതായത് മാക്സ്വെൽ ഏജൻസീസ് അങ്കിൾ ജോൺ ഹാഷിം ആണ്. അദ്ദേഹം 3ാം സ്ഥാനം നേടിയിരിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ ഹാരിസ് ചൂരി അധ്യക്ഷനായി. PB അബ്ദുൾ റസാഖ് MLA, ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീകാന്ത്, ജില്ലാ പ്ലീഡർ അഡ്വക്കേറ്റ് PV ജയരാജൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, വൈസ് പ്രസിഡന്റ് TA ഷാഫി എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഇന്ത്യൻ വ്യോമസേന ഫുട്ബോൾ ടീം അംഗമായിരുന്ന 1965-71 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത അൽതാഫ് ഹുസൈൻ, അന്തർദേശീയ കാർ റാലി ചാമ്പ്യൻ മൂസ ഷെരീഫ്, കേരള രഞ്ജി ക്രിക്കറ്റ് ടീം അംഗം മുഹമ്മദ് അസറുദ്ദീൻ, ബുള്ളറ്റിൽ 15 ദിവസം കൊണ്ട് 2300 കിലോമീറ്റർ ഹിമാലയ ഒഡീസി യാത്ര നടത്തിയ ആദ്യത്തെ കേരള വനിത PN സൗമ്യ,
മലേഷ്യയിൽ നടന്ന ത്രോബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജൂനിയർ ടീം അംഗമായ എം യഷ്മിത, കലാകായിക മേഖലയിലെ സംഘാടക മികവിന് നായന്മാർമൂല തൻബിഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് അധ്യാപകനായി വിരമിച്ച AV പവിത്രൻ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. രാഘവൻ വാർഡിലെ ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും കൂടെ സംയുക്തത്തിൽ നടത്തുന്ന ഏറ്റവും ബൃഹത്തായ ഒരു പരിപാടിയാണ് മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ പ്രവർത്തനം. നമുക്കറിയാം, മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വേനലിൽ നമ്മുടെ പരിസരത്തെ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാനും അത് ഒഴിവാക്കാൻ ആവശ്യമായുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ കുറേയധികം മാസങ്ങളായിട്ട് ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയാണ്. രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അജാനൂർ PSC ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ, ഷൈനി തോമസ്, M. വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാസർഗോഡ് CPCRIയുടെയും അജാനൂർ പഞ്ചായത്ത് കൃഷിഭവന്റെയും അജാനൂർ കേരശ്രീ ഫെഡറേഷൻ ഓഫ് CPSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് ഹാളിലായിരുന്നു ശില്പശാല നടന്നത്. കാസർഗോഡ് CPCRIയുടെയും അജാനൂർ പഞ്ചായത്ത് കൃഷിഭവന്റെയും അജാനൂർ കേരശ്രീ ഫെഡറേഷൻ ഓഫ് CPSന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. അജാനൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേരശ്രീ ഫെഡറേഷൻ ഓഫ് CPS നടത്തുന്നു. ഈ ശില്പശാലയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സാർ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുമെന്നുള്ളതുകൊണ്ട് കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അജാനൂർ പഞ്ചായത്തിൻ്റെ അകത്ത് കേരശ്രീ ഫെഡറേഷൻ ഓഫ് CPS വന്നതിന് ശേഷം വലിയൊരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അനവധി ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുവാനും ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുപ്പിക്കുവാനും കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് CPSന്റെ പ്രധാനപ്പെട്ട ഒരു മുമ്പോട്ട് പോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ കാണുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. വി. രാഘവൻ അധ്യക്ഷനായി. തെങ്ങ് കൃഷിയും ജലസംരക്ഷണവും എന്ന വിഷയത്തിൽ ഡോക്ടർ P. സുബ്രഹ്മണ്യൻ ക്ലാസ് എടുത്തു. കൃഷി ഓഫീസർ ആർജിത, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI കേളോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല കമ്പവലി മത്സരം സംഘടിപ്പിച്ചു. കേളോത്ത് ഇ.കെ. നായനാർ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു കമ്പവലി മത്സരം നടന്നത്. DYFI കേളോത്ത് ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഉത്തരമേഖല കമ്പവലി മത്സരം സംഘടിപ്പിച്ചത്. കേളോത്ത് ഇ.കെ. നായനാർ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കമ്പവലി മത്സരം DYFI ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പശുവിന്റെ പേരിലാണ് മനുഷ്യരെ കൊല്ലുന്നത്. ഗോമാതാവ് ഇതാണ് നമ്മൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്കുവാണെങ്കിലും അല്ലെ പശുവിന്റെ മാതാവ് എന്ന് പോയിക്കാൻ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം. അതാ ഗോമാതാവ് പോകുന്നു എന്ന് പറഞ്ഞു, അതാ എന്റെ അമ്മ പോകുന്നു എന്നൊരു RSSകാരൻ പറഞ്ഞാൽ നമുക്കത് വിരോധമില്ല. അത് അവരുടെ അമ്മ തന്നെയാണ് എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. നമുക്ക് എന്താക്കണം, അത് അവരുടെ അമ്മ തന്നെ ആയിക്കോട്ടെ, അതാണ് അവരുടെ സ്വഭാവം. പക്ഷെ നമ്മളെന്താ ഇവിടെ പറയുന്നത്, ആ പോകുന്നത് നിങ്ങളുടെ കൂടി അമ്മയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആക്രമിക്കാൻ എന്റെ അവകാശമാണ് RSSകാരനുള്ളത് അല്ലെങ്കിൽ സംഘപരിവാറിനുള്ളത് എന്നാണ്. അവരുടെ അമ്മയാണ് എന്ന് അവർ അവകാശപ്പെട്ടോട്ടെ, പക്ഷേ അത് നിങ്ങളുടെ കൂടി അമ്മയാണ് എന്ന് പറയുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. സംഘാടക സമിതി ചെയർമാൻ സുരേഷ് കാവുങ്കാൽ അധ്യക്ഷനായി. ശശി കാൽച്ചാമരം, P. കുഞ്ഞിക്കണ്ണൻ, വേലായുധൻ, വിജയൻ, ശശി തോക്കനൻ, K. രാജൻ, ചന്ദ്രൻ അരീക്കര, നിശാന്ത്, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മടിക്കൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. ക്യാൻസർ രോഗത്തെ ആസ്പദമാക്കിയാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. മടിക്കൈ പഞ്ചായത്ത് കുടുംബശ്രീ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന നാട്ടുവൈദ്യന്മാർ
അതുപോലെ തന്നെ അതുപോലുള്ള ചികിത്സാ രീതി സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകൾ അവരൊക്കെ തന്നെ തിരസ്കൃതമായിക്കൊണ്ടിരിക്കുക. അപ്പം അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടിയിരിക്കും. അതിൻ്റെയൊക്കെ തന്നെ ഭാഗം എന്നുള്ള രീതിയിലാണ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഈ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷം വൈദ്യരത്നം മോഹനൻ വൈദ്യർ പ്രഭാഷണം നടത്തി. അതിനെപ്പറ്റി ഓരോരുത്തർ പറയും. അപ്പൊ പറയും അത് ക്യാൻസർ ഉണ്ടാക്കും. എന്ത് ക്യാൻസർ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ബോധവൽക്കരണം നടത്താൻ വകുപ്പില്ല. കാരണം അതാണ് ഏറ്റവും വലുത്. ഈ ലോകത്തിന്റെ ജനസംഖ്യ കുറയ്ക്കണം. ഇപ്പൊ ഇത് വേൾഡ് ഡീപോപ്പുലേഷൻ ഹിഡൻ അജണ്ട 2025 നെറ്റിൽ കയറി തപ്പി നോക്കുക. 714 കോടി ജനത്തിനെ 100 കോടിയാക്കാൻ തീവ്രയജ്ഞ പരിപാടി നടക്കാണ്. അതിന്റെ ഭാഗമാണ് എല്ലാം നടക്കണേ. കുടുംബശ്രീ CDS സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ കുടുംബശ്രീകളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു. ചടങ്ങിൽ കാർത്തിക ഫുഡ്സ് ആൻഡ് ട്രേഡേഴ്സ് ഉടമ രഘു കാർത്തിക കച്ചവടത്തിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി കൈമാറി. കാർത്തിക നിത്യാനന്ദ കലാകേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. ചികിത്സാ സഹായ വിതരണം നടന്നു. പനക്കൂൽ കൃഷ്ണൻ അധ്യക്ഷനായി. നിത്യാനന്ദ കലാകേന്ദ്രം സെക്രട്ടറി ജയചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാകാറുണ്ട്, സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലരെല്ലാം 1-2 കൊല്ലത്തിനുള്ളിൽ വന്നതിനേക്കാൾ വേഗത്തിൽ മുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അരനൂറ്റാണ്ട് കാലമായി ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ കലാകേന്ദ്രം പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്നത്തെ ചെറുപ്പക്കാർ, ഇന്ന് നമ്മൾ അമ്പാടി അച്ഛൻ എന്നൊക്കെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച അന്നത്തെ അമ്പാടിയേട്ടൻ. വാർഡ് കൗൺസിലർമാരായ കെ മിനി, CK വത്സലൻ, KV സരസ്വതി, VPP മുസ്തഫ, വേലായുധൻ കൊടവലം, M അസൈനാർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, MC കമറുദ്ദീൻ, M കുഞ്ഞമ്പാടി, അസീസ് കടപ്പുറം, A സുരേഷൻ തുടങ്ങിയവർ സംസാരിച്ചു. തട്ടുമ്മൽ പുല്ലാഞ്ചിക്കുഴി രക്തേശ്വരി ഗുളികൻ പഞ്ചുരുളി ദേവസ്ഥാനത്ത് ഭാഗവത സപ്താഹയജ്ഞത്തിന് ജനത്തിരക്കേറി. രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. തട്ടുമ്മൽ പുല്ലാഞ്ചിക്കുഴി ഗോകുലം രക്തേശ്വരി ഗുളികൻ പഞ്ചുരുളി ദേവസ്ഥാനത്ത് ഉത്സവത്തിന്റെ ഭാഗമായാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായ രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത്. കൊളവയൽ ശാക്തയ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജയും സംഘടിപ്പിച്ചു. കൊളവയൽ അടിമയിൽ ശാക്തേയ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്ക് പൂജ നടന്നു. വെള്ളിക്കൂത്ത് ഇന്ദിരാമ്മയുടെ കാർമ്മികത്വത്തിലാണ് വിളക്കുപൂജ നടന്നത്. നിരവധി ആളുകൾ വിളക്കുപൂജയിൽ സംബന്ധിക്കാൻ ക്ഷേത്രത്തിലെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
DMK മുഹമ്മദിനെ പാർട്ടിയിൽ തിരിച്ചെടുത്ത നടപടിക്കെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം. ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുമെന്ന് ഹർഷാദ് ബോർക്കാടി. പിന്തുണയുമായി എ ഗ്രൂപ്പ് നേതാക്കളും. തപാൽ വകുപ്പിന്റെ പോസ്റ്റ്മാൻ പരീക്ഷയിൽ മൊബൈൽ ഉപയോഗിച്ച് കോപ്പിയടി. കാസർഗോഡ് ഹരിയാന സ്വദേശി അറസ്റ്റിൽ. COA മുൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അൻവർ ഓർമ്മ അനുസ്മരണ പരിപാടി കാസർഗോഡ് നടന്നു. ജില്ലയിലെ ഗ്രന്ഥശാലകളുടെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ലൈബ്രറി കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണം തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.